പാഠം 1096 ഒരു മുഴം മുമ്പേ. കേസ് തോറ്റതിൽ രോക്ഷാകുലനായ കക്ഷി വക്കീലിനെ കോടതിയിലിട്ട് തല്ലി. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് സംഭവം. തലക്കുളം സ്വദേശി രാമകൃഷ്ണൻ കൊടുത്ത സ്വകാര്യ അന്യായത്തിൽ ഇന്നലെ കോടതി വിധി പറഞ്ഞു. കേസിൽ താൻ തോറ്റെന്ന് മനസ്സിലാക്കിയ രാമകൃഷ്ണൻ കോടതി മുറിയിൽ അക്രമാസക്തനാകുകയായിരുന്നു. തന്റെ വക്കീലായ പ്രഭാകരനെ കോടതിയിൽ വെച്ച് തന്നെ അടിച്ച് താഴെയിട്ട രാമകൃഷ്ണൻ വക്കീലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് കോടതിയിലുണ്ടായിരുന്നവർ ഇടപെട്ട് രാമകൃഷ്ണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ വഴങ്ങിയില്ല. കേസ് ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് ധാരാളം പണം വക്കീൽ വാങ്ങിയിട്ടുണ്ടെന്നും ആ പണം തിരിച്ചു തന്നില്ല എങ്കിൽ വക്കീലിനെ കൊല്ലുമെന്നും രാമകൃഷ്ണൻ തീർത്തു പറഞ്ഞു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് രാമകൃഷ്ണനെ പുറത്തേക്ക് കൊണ്ടുപോയത്. എന്താ മനട്ടാ? ഇരിക്കൂ. എന്താന്ന് പറ. ഇരിക്കൂ. എനിക്ക് അടുക്കള ഒരുപാട് ജോലി ഉണ്ട് മോനട്ടാ. ഇരിക്കൂ. സന്തോഷമുള്ള കാര്യങ്ങൾ ഭാര്യയുമായി പങ്കുവെക്കുക എന്നുള്ളത് ഒരു നല്ല ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. വായിക്കൂ. കേസ് തോറ്റത്തിൽ രോഷാകുലനായ കക്ഷി വക്കീലിനെ കോടതിയിൽ വെച്ച് തല്ലി. വായിക്കൂ. ബാക്കിയുടെ വായിക്കൂ. അല്ല, വായിക്കൂ. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് സംഭവം. തലക്കുളം സ്വദേശി രാമകൃഷ്ണൻ കൊടുത്ത സ്വകാര്യ അന്യായത്തിൽ ഇന്നലെ കോടതി വിധി പറഞ്ഞു. കേസിൽ താൻ തോറ്റുവെന്ന് മനസ്സിലാക്കിയ രാമകൃഷ്ണൻ കോടതി മുറിയിൽ അക്രമാസക്തനാവുകയായിരുന്നു. തന്റെ വക്കീലായ പ്രഭാകരനെ കോടതിയിൽ വെച്ച് തന്നെ അടിച്ച് താഴെയിട്ട രാമകൃഷ്ണൻ വക്കീലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് കോടതിയിൽ ഉണ്ടായിരുന്നവർ ഇടപെട്ട് രാമകൃഷ്ണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ വഴങ്ങില്ല. കേസ് ജയിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് ധാരാളം പണം വക്കീൽ വാങ്ങിയിട്ടുണ്ടെന്നും ആ പണം തിരിച്ചു തന്നില്ലെങ്കിൽ വക്കീലിനെ കൊല്ലുമെന്നും രാമകൃഷ്ണൻ തീർത്തും പറഞ്ഞു. ഒടുവിൽ പോലീസ് ഇടപെട്ടാണ് രാമകൃഷ്ണനെ കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. കക്ഷികൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിലെ നിന്നെപ്പോലുള്ള വക്കീലന്മാർ കഷ്ടപ്പെട്ടു പോയല്ലോ. ഏതൊരു വക്കീലിനെ ഏതൊരു കക്ഷി തല്ലിയെന്ന് വെച്ച് ഇത്ര കടന്ന് ആഘോഷിക്കാനൊന്നുമില്ല. ഇതൊക്കെ ആരുടെ കാര്യത്തിൽ സംഭവിക്കാവുന്നേ ഉള്ളൂ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെയേറെ നീ സൂക്ഷിക്കണം. എന്നാലും നിങ്ങൾ വക്കീലന്മാരിങ്ങനെ ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ സമ്മതിക്കണം. ജീവൻ മരണ പോരാട്ടമല്ലേ നടത്തുന്നത്? ആഫീസറുടെ സൂക്കെടുന്ന് മാറ്റിട്ട് തന്നെ ബാക്കി കാര്യം. ഈ മോഹനേട്ടന്റെ ഒരു കാര്യം, പത്രം വായിക്കുമോ മുഴുവൻ വായിക്കണ്ടേ? അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള വാർത്ത മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിവരം ഉണ്ടാവുക? കക്ഷി വക്കീലിനെ തല്ലിയ വാർത്തയുടെ അതേ പേജിൽ തന്നെ ഇങ്ങനൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങി മടുത്ത മധ്യവയസ്കൻ ഒടുവിൽ ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കത്തിയെടുത്തു. വായിക്കട്ടെ. ഒരു പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 13 വർഷമായി താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങിയ ജോണിക്കുട്ടി എന്ന മനുഷ്യൻ ഒടുവിൽ ക്ഷമ നശിച്ചപ്പോ ഡെപ്യൂട്ടി തഹസിൽദാരെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഡെപ്യൂട്ടി തഹസിൽദാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ മറ്റു ജീവനക്കാരാണ് ജോണിക്കുട്ടി ഒന്ന് സമാധാനിപ്പിച്ചത്. എങ്ങനെയുണ്ട്? താലൂക്ക് ഓഫീസ് ആണെങ്കിലും വില്ലേജ് ഓഫീസ് ആണെങ്കിലും ഒന്നല്ലേ മോനട്ടാ. അല്ലെങ്കിൽ തന്നെ പ്രമോഷൻ കിട്ടി മൂത്തുമുത്ത് ഡെപ്യൂട്ടി തഹസിൽദാരാകാൻ കാത്തിരിക്കല്ലേ എന്റെ മോനട്ടൻ. ഒന്ന് സൂക്ഷിക്കും, നല്ലതാ. ഇപ്പൊ കൊണ്ടുവന്നത് കത്തി, ഇനി കൊണ്ടുവരുന്നത് തോക്കായിരിക്കും. ഒന്നനങ്ങാനുള്ള സാവകാശം പോലും കിട്ടില്ല. ഞാൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണ്. എന്നോട് ഒരാളും അപമര്യാദയെ പെരുമാറുന്ന കാര്യം വരുന്നില്ല. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു അന്യായത്തിന്റെ പേരിൽ എന്നെ പോലുള്ളവരെ പേടിപ്പിക്കാൻ നോക്കല്ലേ ഭാമേ.
അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഏതോ ഒരു വക്കീലിനെ അയാളുടെ കക്ഷി തല്ലിയതിന്റെ പേരിൽ എന്നെ പറയേണ്ട കാര്യമില്ല. ഞാൻ കേസുകൾക്ക് സ്ഥിരമായി ജയിക്കുന്ന ഒരു വക്കീല. എന്റെ ഒരു കക്ഷി എന്നോട് മോശമായിട്ട് പെരുമാറാറില്ല. ഇത് നീ പറയുന്നല്ലേ? പിന്നെ ആരെ പറയണം? ശരിക്കും സംഭവിക്കുന്ന എന്താന്ന് ആർക്കറിയാം? ആ വക്കീലിനെ തല്ലിയത് കോടതിയിൽ വെച്ചായതുകൊണ്ട് എല്ലാരും അറിഞ്ഞു. വക്കീൽ ഓഫീസിൽ വെച്ചായിരുന്നെങ്കിൽ ആരറിയാൻ? അതുപോലെ നിന്നെ ആരൊക്കെയാ വക്കീൽ ഓഫീസിൽ വന്ന് ചീത്ത വിളിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാനേ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. മോഹനേട്ടന് വലിയ മതിപ്പില്ലെങ്കിലും എന്റെ കക്ഷികൾക്ക് എന്നെ വലിയ ബഹുമാനവും വിശ്വാസമാണ്. അവരുടെ പെരുമാറ്റത്തിലും ആ അന്തസ്സുണ്ടാവും. ദൈവത്തിനറിയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മോഹനേട്ടനെ എന്റെ ഏതെങ്കിലും ഒരു കക്ഷിയോട് ചോദിച്ചു നോക്ക്. അപ്പൊ അറിയാം. അല്ലാതെ പത്രത്തിൽ കണ്ട ഏതെങ്കിലും ഒരു വാർത്തന്റെ പേരില് ചുമ്മാ കടന്ന് വലിയ ആളാവരുത്. അതാണ് നോയി നോക്ക്. അടുക്കള ജോലി ചെയ്തോണ്ടിരുന്ന എന്നെ വിളിച്ചു വരുത്തി ഒന്നും മെനക്കെടുത്തതല്ലേ? ഇനി അത് തന്നെയാണോ ഭാവം? പോയി നോക്കാൻ എനിക്ക് സൗകര്യമില്ല. നമസ്കാരം വക്കീലേ. നമസ്കാരം. സുശീലൻ ചേട്ടനായിരുന്നോ? എന്താ വിശേഷിച്ച്? ഒരു പുതിയ കേസുണ്ട് വക്കീലേ. ആഹാ. വക്കീല് തന്നെ വാദിക്കണമെന്ന എന്റെ ആഗ്രഹം. ആ, ഞാൻ എപ്പോഴാ വക്കീൽ ഓഫീസിലേക്ക് വരേണ്ടത്? ഒരു മിനിറ്റ്. മോഹനേട്ടാ, മോഹനേട്ടാ, മോഹനേട്ടന് സുശീലേട്ടനുണ്ടെന്നോ സംസാരിക്കാനുണ്ടെന്ന്. എന്നോടോ? ആ, ഇതിനു മുന്നേ സുശീലൻ ചേട്ടൻ കൊണ്ടുവന്ന 4-5 കേസുകൾ ഞാൻ വാദിച്ചിട്ടില്ലേ? 6. ആണല്ലേ? ആയിരിക്കും. ഒരുപാട് കേസുകളുള്ളതുകൊണ്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, കേസിന്റെ കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ആ മോഹനേട്ടൻ, ഇത് സുശീലേട്ടൻ പഞ്ചായത്ത് ഓഫീസിനടുത്ത് ഒരു കട നടത്തുകയാണ്. മോഹനേട്ടൻ കണ്ടിട്ടുണ്ടാവും. നമസ്കാരം സാർ. നമസ്കാരം. സുശീല ചേട്ടൻ പുതിയൊരു കേസുമായിട്ട് വന്നാണ് അല്ലേ? അതെ അതെ. പുതിയ കേസ് എന്ന് പറയുമ്പോ പഴയ കേസ് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഉണ്ടല്ലോ, ഉണ്ട്. വക്കീൽ ഇതിനു മുമ്പ് എന്റെ 6 കേസ് വാദിച്ചു, 6 വിജയിച്ചു. അതുകൊണ്ടാ പുതിയ കേസ് വന്നപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അയ്യോ, എന്ത് ചെയ്യാൻ പറ്റും മോഹനേട്ടാ? എന്റെ കക്ഷികൾക്കൊക്കെ എന്തോ എന്നെ വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് എന്റെ അടുത്ത് വരും. അല്ലെ സുശീല ചേട്ടാ? പിന്നല്ലാതെ കഴിവുള്ള ഒരു വക്കീലിനെ നമുക്ക് പരിചയമുള്ളപ്പോ നമ്മൾ എന്തിനാ വേറെ വക്കീലിനെ തിരക്ക് നടത്തുന്നത്? അതാണ്. സാർ എന്താ വക്കീലെ ഒന്നും മിണ്ടാതെ പോയത്? എന്തു മിണ്ടാൻ? ഇങ്ങനെയൊക്കെയാണല്ലോ ചിലരുടെ മുണ്ടാട്ടം മുട്ടി പോകുന്നത്. അത് പോട്ടെ, സുശീല ചേട്ടന്റെ കേസ് എന്നാണ് പറഞ്ഞത്? അത് ടൗണിൽ സ്വർണ്ണക്കട നടത്തുന്ന ബാഹുലൻ ചേട്ടനുമായുള്ള കേസാ. ഞാൻ 1 കൊല്ലം മുമ്പ് ബാഹുലൻ ചേട്ടന്റെ കയ്യിൽ നിന്നും കുറച്ച് കാശ് മേടിച്ചിരുന്നു. അയ്യോ, ഷർട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് വേഗം സ്ഥലം വിടാനുള്ള പരിപാടിയായിരുന്നോ? ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ പുറകു വശത്തൂടെ ചാടി ഓടുമായിരുന്നു അല്ലേ മോനേട്ടാ? എന്തിന്? അയ്യോ, അതിന് ഞാൻ പറഞ്ഞു തരണോ? എനിക്ക് കേസ് വാദിക്കാൻ അറിയില്ലെന്നോ എന്റെ കക്ഷികൾ എന്നെ ചീത്ത വിളിക്കുമെന്നോ ഒക്കെ മോഹനേട്ടൻ പറഞ്ഞിട്ട് 5 മിനിറ്റ് പോലും തികച്ചായിട്ടില്ല. അതിനു മുന്നേ സുശീലൻ ചേട്ടൻ വന്ന് എന്നെ പറ്റി പറഞ്ഞല്ലോ മോഹനേട്ടൻ. കേട്ടായിരുന്നല്ലോ? കേട്ടല്ലോ. കാര്യമൊന്നുമില്ല. പാവം സുശീലേ, എന്തായാലും വെട്ട്. അക്കാലത്ത് എന്നെ ഏൽപ്പിച്ചു പോയില്ലേ? ഇനിയിപ്പോ വക്കീലിനെ പുകഴ്ത്തി പറഞ്ഞെങ്കിൽ കാര്യം സാധിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. അല്ലാതെ എന്റെ മോഹനേട്ടൻ ഇതേ പറയുന്നുള്ള കാര്യം എനിക്കറിയാലോ. ഈ ലോകത്ത് മോഹനേട്ടന് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്നെ ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ, അല്ലേ മോഹനേട്ടാ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എന്തുമാത്രം കേസ് വാദിച്ചിട്ടുണ്ട്. എന്റെ ഏതെങ്കിലും ഒരു കക്ഷി ഇതുവരെ മോഹനേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കേസ് വാദിക്കാൻ അറിയില്ല എന്ന്? ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി അത് പറയില്ല. കാരണം എനിക്ക് നല്ല ഭംഗിയായിട്ട് എന്റെ ജോലികളൊക്കെ അറിയാമെന്ന് എന്റെ കക്ഷികൾക്കെല്ലാം അറിയാം. അതിലൊരാളാണ് ഇപ്പൊ വന്ന് ഈ സുശീലൻ ചേട്ടൻ. ഇനി എന്താണ് പറയാനുള്ളത്? പറയൂ. ലോകത്തുള്ള എല്ലാ വക്കീലന്മാരും ഇങ്ങനെ കുറെ പൊങ്ങച്ചങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പക്ഷേ ഇതൊന്നും സത്യമല്ല. എന്താണ് സത്യമല്ലാത്തത്? എന്തായാലും മോഹനേട്ടൻ ഇത്രയും കുറ്റം പറഞ്ഞാലേ അതിലേതെങ്കിലും ഒരു കാര്യം തെളിയിക്കാം മോഹനേട്ടനോട് പറ്റുമോ? പറ്റൂ? ഞാൻ തോറ്റ ഏതെങ്കിലും ഒരു കേസിന്റെ കാര്യങ്ങളും പറ. അല്ലെങ്കിൽ എനിക്ക് ജോലി അറിയില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കക്ഷിയുടെ പേര് പറ. പറ മോനട്ടാ. അതെ, വെറുതെ തർക്കം ജയിക്കാനായിട്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ ആർക്കും പറ്റും. വേണമെങ്കിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ വാദിച്ച മുഴുവൻ കേസിന്റെ ലിസ്റ്റ് അങ്ങ് തരാം. കക്ഷികളുടെ അഡ്രസ് തരാം. മോഹനേട്ടൻ അവരെയൊക്കെ ഒന്നുകൊണ്ട് അന്വേഷിച്ചു നോക്ക്. പറയാലോ സത്യം എന്താന്ന്. എന്റെ ജോലി അതല്ലേ?
എനിക്ക് സർക്കാർ ശമ്പളം തരുന്നത് നിന്റെ കക്ഷികളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനല്ല, വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നോക്കിയെടുത്താനാണ്. ഇതിനാണ് മോഹനേട്ടൻ നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. കാര്യത്തോടെടുക്കുമ്പോൾ വിഷയം മാറ്റുക, മുങ്ങുക. ആ ഒരു കാര്യത്തിൽ എന്റെ മോഹനേട്ടനെ തോപ്പിക്കാൻ ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടാവില്ല. ഹലോ, വില്ലേജ് ഓഫീസർ വീടല്ലേ? അതെ. വില്ലേജ് ഓഫീസർ ഉണ്ടോ അവിടെ? ആ, ആര്? ആരാണെന്ന് പറഞ്ഞാലേ ഫോൺ കൊടുക്കൂ. മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസറെ വേഷം കെട്ടി വരുന്ന ആ അലവലാതിക്ക് ഞാൻ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. അല്ല, നിങ്ങൾ ആരാണോ പറയൂ. പറയാൻ എനിക്ക് മനസ്സില്ല. മോഹനേട്ടാ, മോഹനേട്ടോ. മോഹനേട്ടനാ ഫോൺ. ഹലോ, താനൊരു മനുഷ്യനാണോടോ? ഞാൻ കേശവൻകുട്ടി. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ച് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. അങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് ചുമ്മാ തരാൻ പറ്റും? ചുമ്മാ തരണ്ടടോ. താൻ തന്റെ കയ്യിൽ വെച്ചോണ്ടിരുന്നോ? തന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്റെ കാര്യം നടത്താൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. പിന്നെ വില്ലേജ് ഓഫീസ് തന്റെ തന്തയുടെ വകയാണെന്നൊരു ധാരണ ഉണ്ട് തനിക്ക്. അത് മാറ്റിക്കോണം. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ കയറി തല്ലും ഞാൻ. തന്റെ ഒടുക്കത്തെ ഒരു ന്യായം പറച്ചില്ല. ഹലോ ഹലോ അനിയ ചേട്ടാ. ഹലോ ഹലോ ഹലോ. എന്താ മോഹനേട്ടാ? ആരായിരുന്നു മോഹനേട്ടാ? മോഹനേട്ടൻ അറിയാവുന്ന ആളെ എന്തായാലും. അല്ല, ഇങ്ങനെ സംസാരിക്കില്ല. എന്നെ പേടിപ്പിച്ചോടെ കാര്യം ചെയ്യുന്ന ആരും നോക്കണ്ട. ഒരു കാര്യം ചെയ്യില്ല. എന്തായാലും മോഹനേട്ടനെ പറ്റിയുള്ള നാട്ടുകാരുടെ അഭിപ്രായം എനിക്കിപ്പോ പിടികിട്ടി. എന്നെ പറ്റിയുള്ള അഭിപ്രായം നേരത്തെ സുശീൽ ചേട്ടൻ പറഞ്ഞ് കേട്ടായിരുന്നല്ലോ. ഇതാണ് മോഹനേട്ട പറയുന്നത്. ഓരോരോ കാര്യങ്ങൾക്ക് ചുമ്മാ തർക്കിച്ചാ പോരാ, തർക്കം ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് വേണമെന്ന്. തെളിവ്. അയ്യോ, എന്റെ മോഹനേട്ടൻ നിന്ന് വേർക്കുന്നു. വാ, കാപ്പി കുടിക്ക്, ക്ഷീണമൊന്ന് മാറട്ടെ. വാ വാ വാ. നമസ്കാരം സാർ. മോഹൻ സാറല്ലേ? നമസ്കാരം. അതെ, എന്റെ പേര് മീനാക്ഷി. ഞാൻ സാറിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിന്നതാ. സാർ എന്നും കൃത്യം 9:43 ഇതിലേ പോകുന്നു അറിഞ്ഞു. ആ, അത് സത്യമാണ്. ഞാൻ കൃത്യനിഷ്ഠ കാര്യത്തിൽ ഭയങ്കര വാശിക്കാരനാണ്. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അത് പിന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അപേക്ഷ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 3-4 ദിവസം പിടിക്കുമെന്ന്. ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. മനസ്സിലായില്ല. ഓഫീസിൽ വന്നപ്പോൾ വില്ലേജ് ഓഫീസർ പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ വന്ന് സ്ഥലം നോക്കിയിട്ട് വൈകിട്ട് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമെന്ന്. സാർ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറയാൻ വേണ്ടി നിന്നതാ. കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വഴിയിൽ നിന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഓഫീസിലേക്ക് വരാമായിരുന്നല്ലോ. അത് എന്റെ ഗതികേട് സാറിനോടൊന്ന് പറയാൻ വേണ്ടി നിന്നതാ. ഓഫീസിൽ വെച്ച് പറഞ്ഞ മറ്റുള്ളവരോട് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ? എങ്കിലും നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് വരാമായിരുന്നു. അല്ലാതെ പൊതുസ്ഥലത്ത് ഇങ്ങനെ സ്ത്രീകളോട് അധികം സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷേ സാറിന്റെ ഭാര്യ സത്യഭാമ വക്കീൽ വീട്ടിൽ കാണുമല്ലോ. അവരെ കണ്ട എന്റെ നിയന്ത്രണം വിട്ടുപോകും. ഞാൻ വായി തോന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അതുകൊണ്ടാ വരാത്തത്. എന്താ ഭാമയോടുള്ള പ്രശ്നം? ഓ, ഒന്നും പറയണ്ട സാറേ. എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാനിത് ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു വക്കീലിനെ ഏൽപ്പിക്കാൻ പോയതാ. സത്യഭാമ വക്കീലിന്റെ കൂടെയുള്ള വേറൊരു വക്കീലുണ്ടല്ലോ, വിദ്യാലക്ഷ്മി. അവരെന്നെ നിർബന്ധിച്ച് സത്യഭാമ വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി.
വേറെ ഏത് വക്കീൽ വാദിച്ചാലും പുഷ്പം പോലെ ജയിക്കേണ്ട കേസാ സാറേ. സാറിന്റെ ഭാര്യയുടെ അഹങ്കാരം കാരണം കേസ് തോറ്റു. കേസ് തോറ്റിട്ടിരുന്നപ്പം ആ ദുഷ്ട പറയാ കേസാകുമ്പം ചിലപ്പോ തോക്കും, അതൊന്നും പുതിയ കാര്യമല്ലെന്ന്. വല്ലാത്ത ചതിയാ സാറേ അവരെന്നോട് ചെയ്തത്. ഇനി അവരുടെ മുന്നിൽ വന്നാൽ എന്റെ നിയന്ത്രണം പോകും. അതുകൊണ്ടാ ഞാൻ വരാത്തത്. ഓരട്ടാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എന്തുമാത്രം കേസ് വാദിച്ചിട്ടുണ്ട്. എന്റെ ഏതെങ്കിലും ഒരു കക്ഷി ഇതുവരെ മോഹനോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കേസ് വാദിക്കാൻ അറിയില്ലെന്ന്? ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി അത് പറയില്ല. കാരണം എനിക്ക് നല്ല ഭംഗിയായിട്ട് എന്റെ ജോലികളൊക്കെ അറിയാമെന്ന് എന്റെ കക്ഷികൾക്കെല്ലാം അറിയാം. ഇതെന്നാ സംഭവം? എന്ത് ഈ കേസ് തോറ്റത്? ഇത് വന്നിട്ട് 1 മാസമാകുന്നു. അവര് കേസ് തോൽപ്പിച്ചതുകൊണ്ടാ ഞാനിപ്പോ ലോൺ എടുക്കേണ്ട അവസ്ഥ വന്നത്. ലോൺ എടുത്ത് കടം വീട്ടണം. അതുകൊണ്ടാ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് സ്വയം പ്രഭയോ കാഞ്ചനയോ പറഞ്ഞേക്കാം. വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് തരികയും ചെയ്യാം. അങ്ങനെ കിട്ടിയ വലിയ കാര്യമായി സാറേ. നാളെ രാവിലെ 10 മണിക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ കൊടുക്കണം. ഞാൻ വൈകുന്നേരം ഓഫീസിലേക്ക് വരട്ടെ സാറേ? വേണ്ട, സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. മീനാക്ഷി ഒരു 5:30 ആകുമ്പോ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അയ്യോ, അത് ശരിയാവില്ല. വക്കീൽ അവിടെ കാണത്തില്ലയോ? കാണും, കാണട്ടെ. അതുകൊണ്ടും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ അപ്പോ അവിടെ വെച്ചും ഭാമയുടെ മുഖത്ത് നോക്കി പറയണം. സാറേ, ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. മീനാക്ഷി ധൈര്യമായിട്ട് വന്നോളൂ. ആപത്തിൽ സഹായിക്കുന്നവരെ കൈവിട്ട ചരിത്രം കെ മോഹനാക്ഷി സാറിനില്ല. ഇപ്പോ മീനാക്ഷി വലിയൊരു സഹായമാണ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. 5:30 ആവട്ടെ. ഹലോ, അതെ. ഇല്ല, മോഹനേട്ടൻ എത്തിയിട്ടില്ല. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എത്തും. ശരി. എന്തൊരു കൃത്യനിഷ്ഠയാന്ന് നോക്കണേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. ഒരു ഡ്രസ് മാറി വരുമ്പോഴേക്കും ചായ എടുക്കാം. ചായ എടുക്കാൻ വരട്ടെ, ഇനി സമയമുണ്ടല്ലോ. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു വർത്താനം? ഒന്നുമില്ല. ഇന്ന് കോടതിയിൽ കേസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിലായില്ല. അല്ല, ഒരുപാട് കേസുള്ളൊരു വക്കീലാണല്ലോ നീ. അപ്പോ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വക്കീൽ പണിക്ക് പോയി തുടങ്ങിയിട്ട് വർഷം ഒരുപാടായില്ലേ മോഹനേട്ടാ. ഇതുവരെ മോഹനേട്ടൻ ഇങ്ങനൊരു വിശേഷം ചോദിച്ചിട്ടില്ല. അല്ല, എല്ലാ കക്ഷികളും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വക്കീലാണ് നീ എന്നുള്ളൊരു സത്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അപ്പൊ പിന്നെ കോടതിയിലെയും വക്കീൽ ഓഫീസിലേക്ക് വിശേഷങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ് ഒരുമാതിരി അർത്ഥം വെച്ചുള്ള ഒരു സംസാരം? അർത്ഥം വെച്ചോ? അങ്ങനെ തോന്നിയോ? ആയ കണക്ക് പറയാൻ തോന്നുക. ആര് ആരെങ്കിലും വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ കോളി പിന്നെ തന്നെ അടിക്കൂ. ആരാണ്? ഞാൻ പോയി നോക്കിട്ട് വരാം. ആരായിരിക്കും? ആര് വന്നിരിക്കും? നിന്നെ കാണാനാണ് തോന്നുന്നു. ആര്? എനിക്ക് പരിചയമില്ലാത്ത ഒരാളാ, ഒരു സ്ത്രീ. അവന് നിന്നെ കാണാൻ വന്നായിരിക്കും. ചെല്ല്. എന്നെ കാണാൻ ഏത് സ്ത്രീയാണ് ഈ നേരത്ത്? അതൊന്നും എനിക്കറിയില്ല. നീ പോയി നോക്ക്. ചെല്ലേ, അങ്ങോട്ട് പോ. കുമ്പത്തെ വക്കലിനെ കൊണ്ടുവന്ന് മൂക്കുകൊണ്ട് എല്ലാം പഠിപ്പിക്കണം. നീ എന്താ ഇവിടെ ആലോചിക്കുന്നേ? നിന്റെ മുണ്ടാണ്ട് പൊട്ടിപ്പോയോ? അല്ല, ഞാൻ അത് അതാരെന്ന് നിനക്കറിയാം? മീനാക്ഷി. മീനാക്ഷി നിനക്ക് അങ്ങനെ അറിയാം? അല്ല, ഒരു കേസിന്റെ കാര്യത്തിന്. നിന്റെ കക്ഷിയാണോ? എന്നിട്ടാണോ നീ ഇങ്ങനെ പണ്ടം കണ്ട പെരിച്ചാരി പോലെ നിൽക്കുന്നത്? അല്ല, അതെ, ഞാനിപ്പം വന്ന
മീനാക്ഷി ഒന്ന് എന്നെ കാണാനാ. ഇത് കണ്ടോ, മീനാക്ഷിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. മോഹനേട്ടനെ കാണാനല്ലേ വന്നത്? ഇനിയിപ്പോ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. വീട്ടിലൊരാൾ വരുമ്പോ ഇങ്ങനെയാണോ ഭാമ വേണ്ടത്? നമസ്കാരം സാർ. നമസ്കാരം. ഇതാണ് മീനാക്ഷിയുടെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്. പിടിച്ചോളൂ. ഇത് വാങ്ങാൻ വൈകിട്ട് ആഫീസിൽ വരാമെന്ന് ഈ മീനാക്ഷിനോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇവിടെ വന്നാൽ മതിയെന്ന്. അതെന്തിനാണെന്ന് എനിക്കറിയാമോ? രാവിലെ നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ കക്ഷികൾക്കൊക്കെ നിന്നെ ഭയങ്കര ബഹുമാനമാണ്, വിശ്വാസമാണ്, അവർക്ക് നീ കൺകണ്ട ദൈവമാണ്, ഇതുവരെ നിന്നെ ഒരു കക്ഷിയും കുറ്റം പറഞ്ഞിട്ടില്ല, നീ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ. പക്ഷേ ഈശ്വരനായിട്ടാണ് ഈ നിൽക്കുന്ന മീനാക്ഷിയെ ഇന്ന് രാവിലെ എന്റെ കൺമുന്നിൽ കൊണ്ടു നിർത്തിയത്. ഏത് പരട്ട വക്കീല് വാദിച്ചാലും ജയിക്കാൻ പറ്റുന്ന ഒരു കേസ് നീ ഒറ്റ ഒരുത്തിയായിട്ട് വാദിച്ച് തോറ്റ് ഈ പാവപ്പെട്ട മീനാക്ഷി ഒരു വഴിയാധാരമാക്കി. ആ കാര്യം നീ ഇതുവരെ എന്നോട് മിണ്ടിയോ? അങ്ങനെ എന്റെ മുന്നിൽ വലിയ കേമിയായി നടന്ന നിന്നെ ഒരു മര്യാദ പഠിപ്പിക്കാനാണ് ഞാൻ മീനാക്ഷിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ബാക്കി കാര്യം മീനാക്ഷി തന്നെ നിന്റെ മുഖത്ത് നോക്കി പറയും. പറഞ്ഞോളൂ മീനാക്ഷി, അങ്ങോട്ട് പറഞ്ഞോളൂ. മീനാക്ഷി, മീനാക്ഷി പോയി. മീനാക്ഷി, മീനാക്ഷി പോയി. മോഹനേട്ട, മീനാക്ഷി എന്റെ കക്ഷിയാണെന്നുള്ള സത്യം തന്നെയാ. ആ കേസിന്റെ ആവശ്യത്തിന് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അത് നാളെ രാവിലെ കോടതി ഹാജരാക്കേണ്ടതാ. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ഞാൻ മോഹനേട്ടോട് പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ മോഹനേട്ടൻ തന്നെ ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മോഹനേട്ടൻ അപ്പൊ അത് നടക്കൂല എന്ന് പറയില്ലേ? അതുകൊണ്ട് ഞാനായിട്ട് മീനാക്ഷിക്ക് ഉപദേശിച്ചു കൊടുത്തൊരു തന്ത്രമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരുന്നത്. ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചാൽ മോഹനേട്ടൻ അവരെ സഹായിക്കുന്നുള്ള കാര്യം എനിക്കറിയാലോ. ഞാൻ പറഞ്ഞു കൊടുത്ത ഡയലോഗുകളാ മീനാക്ഷി മോഹനേട്ടോട് പറഞ്ഞത്. മോഹനേട്ടനെ പറ്റിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ മോഹനേട്ടന്റെ സ്വഭാവം വെച്ച് മോഹനേട്ടൻ എന്നെ തോപ്പിക്കുന്നല്ലേ ഏറ്റവും വലിയ കാര്യം. പോട്ടെ മോഹനേട്ടോ, ഞാനൊരു വക്കീലല്ലേ. ഒരു വക്കീലാകുമ്പോ കേസ് ജയിക്കാനായിട്ട് എന്ത് തോന്നിയാസം കാണിക്കുന്നു മോഹനേട്ടൻ എപ്പോഴും പറയാറില്ലേ? ഇതങ്ങനെ ഒരു കൊച്ചു തോന്നിയാസായിട്ട് കരുതിയാ മതി. പിണങ്ങിയോ? സമയത്രേ? അയ്യോ, 5:30 നമുക്ക് ചായ കുടിക്കണ്ടേ? മീനാക്ഷി പോയല്ലോ, ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഒരു ചായ കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അതൊരു വല്ലാത്ത ചെയ്ത്തായി പോയി. വില്ലേജ് ഓഫീസർ മനസ്സിൽ കണ്ടത് വക്കീല് മാനത്ത് കണ്ടു എന്നതാണ് സത്യം. എന്തായാലും ഒരു നല്ല കാര്യമാണല്ലോ സംഭവിച്ചത് എന്നോർത്ത് വില്ലേജ് ഓഫീസർ ക്ഷമിച്ചോളും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.